development of English language, that is what we are going to see. Okay, now we have this historical and conceptual development of ELT, and it was back in 1600, that is the British East India Company was established. And another important thing is that the Charter Act of 1813 that signified the beginning of East India's Company's responsibility for educating Indians, that is education through missionaries. അപ്പോൾ ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മോഡേൺ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയാൻ പറ്റുന്നത് ഈ 1893 ചാർട്ടർ ആക്റ്റിലാണ്. അപ്പോൾ whenever they ask these kind of questions, that is when was the which act or when was the year this modern education in India began എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 1830 ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, മിഷണറീസിന് ബേസ് ചെയ്തിട്ടായിരുന്നു, അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. ദെൻ അതിൽ തന്നെ 2 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, ദ ഓറിയൻ്റലിസ്റ്റ് ആൻഡ് ദ ആംഗ്ലിസിസ്റ്റ്. അതായത് ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പീപ്പിൾ ഹു ആർ ഇൻ ഫേവർ ഓഫ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ ലൈക്ക് സാൻസ്ക്രിറ്റ്, പേർഷ്യൻ, അറബിക്. ഇതൊന്നും നേറ്റീവ് ലാംഗ്വേജസ് അല്ല, ബട്ട് എഡ്യൂക്കേഷൻ ആ രീതിയിൽ വേണം എന്നായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്. ആംഗ്ലിസിസ്റ്റുകളായിരുന്നു, അതിൽ പെട്ടവരാണ് ഈ ചാൾസ് ഗ്രാൻഡ്, ലോർഡ് മൊയ്റ, TB മക്കാളെ, അതുപോലെ HT പ്രിൻസപ്പ് എന്ന് പറയുന്നവരൊക്കെ. ദേ സപ്പോർട്ടഡ് English as the language of instruction. ഓക്കെ, അതിൽ പിന്നീടാണ് 1835 മെക്കോളേസ് മിനിറ്റ് വന്നത്. ദറ്റ് വാസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജനറൽ വില്യം ബെനഡിക്ട്. ആൻഡ് ദെൻ അതിലാണ് ആ ഒരു ഫേമസ് ആയിട്ടുള്ള സെൻറ്റൻസ് പറയുന്നത്, ലൈൻ, വി മസ്റ്റ് അറ്റ് പ്രസൻറ്റ് ഡു അവർ ബെസ്റ്റ് ഫോം എ ക്ലാസ് ഹു മേ ബി ഇൻ്റർപ്രറ്റേഴ്സ് ബിറ്റ്വീൻ അസ് ആൻഡ് ദ മില്യൻസ് whom we govern, a class of persons Indian in blood and color but English in taste, in opinion, in morals and in intellect എന്ന് പറയുന്നത്. ഓക്കെ, 1835 ആ സംഭവം. ദറ്റ് ഈസ് മെക്കോളേസ് മിനിറ്റ്. 1835 35 മിനിറ്റ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വില്യം ബെനഡിക്ട് ആണ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അതിൽ രാജാറാം മോഹൻ റോയ് writes, we shall have English language with us and among us, and not as a guest or friend, but as one of our own, of our caste, our creed, our sect and of our tradition. കന്താപുര എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ പിന്നെ ഫോർവേഡായിട്ട് ആമുഖമായിട്ട് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് were against the elite class were against these kind of changes. Okay, these kind of measures, but Rajaram Mohan Roy അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് he considered that this can bring many changes, positive changes into the Indian society. Okay, അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് വേർഡ്സ് ഡെസ്പാച്ച് ഓഫ് 1854 ആണ്. ഡേറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1854 ഇറ്റ് ഈസ് കോൾഡ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയാറുണ്ട്, അതുപോലെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ വുഡ്സ് ഡെസ്പാച്ച് ഓഫ് 1854 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ. ഓക്കെ, ദ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഇൻ സിസ്റ്റമാറ്റിക് വേ സ്റ്റാർട്ടഡ് വിത്ത് ദിസ്. അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സിസ്റ്റമാറ്റിക് വേയിലല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1813 തന്നെ മോഡേൺ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും it was only in it was strictly followed after this Wood's dispatch was in 1854, and it is called the Magna Carta of Indian Education. Okay, and then അതിൽ തന്നെ അതിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ടു ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ഹയർ ബ്രാഞ്ചസ് ആൻഡ് ദ വെർനാക്കുലർ ഇൻ ദ ലോവർ. ഇംഗ്ലീഷ് ഈസ് ടു ബി ടോട്ട് വെർ ദർ ഈസ് ഡിമാൻഡ് ഫോർ ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ വെർനാക്കുലർ ലാംഗ്വേജസ് ഓഫ് ദ കൺട്രി. ദ സിസ്റ്റം ഓഫ് ഗ്രാൻറ്റ് ഇൻ എയ്ഡ് ഈസ് ടു ബി ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് പെർഫെക്റ്റ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്നുള്ള ആ ഒരു ലൈന് പറഞ്ഞിട്ടുള്ളത് വുഡ്സ് ഡെസ്പാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, in 1857, very important, that is 3 universities are established, Bombay, Calcutta and Madras. ഇങ്ങനെ 3 യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 1857 മോഡൽഡ് ഓൺ ദ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുകൊണ്ട് ഇവർ 1857 ഒരു 3 യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പഞ്ചാബിലും അതുപോലെ പൂനെയിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് 1857 ഈ 3 യൂണിവേഴ്സിറ്റികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അതിന് തന്നെയാണ് സാഡ്ലർ കമ്മീഷൻ എന്ന് പറയാം.
1917 1917. Okay, it was under the chairmanship of Dr. M.E. Sadler, the then Vice Chancellor of the University of Leeds. ആ സാഡ്ലർ കമ്മീഷൻ ഇതുപോലെ ഒരു എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് വന്നതായിരുന്നു സാഡ്ലർ കമ്മീഷൻ, ദ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇൻ 1917. Okay. Then the Wood Abbott report also recommended, that is in 1936, recommended an alternative in simplified English in order to keep the flow of education through the medium of English. അതിന് വേണ്ടിയിട്ട് the Wood Abbott report 1936-37 recommended. Okay. Then വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഫേമസ് ആണ്. മഹാത്മാഗാന്ധിയുടെ ഒരു ഇതുണ്ടായിരുന്നു, മീൻസ് ഇറ്റ് വാസ് സജസ്റ്റഡ് under the guidance of Mahatma Gandhi, Varda scheme of education in 1936. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ രീതിയൊക്കെ ആയിട്ട്. But it recommended all instruction were to be imparted in the scholars mother tongue and not in any foreign language at school level എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ 1936. അപ്പോൾ ആ ഡേറ്റ്സ് ഒക്കെ ആ ഒരു ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇൻ ദ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റുകൾ ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 1936 വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ദ സാർജൻ സ്കീം ഈസ് ഇൻ 1944, ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് വളരെ ഒരു എന്താ പറയുക ഒരു സംഭവം, നമുക്ക് എന്താ പറയുക ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർജൻ സ്കീമിൽ വന്നിട്ടുള്ളത് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ഏജ് ഓഫ് 14 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്കീമാണ് സാർജൻ സ്കീം എന്നുള്ളത്. ഓക്കെ. ആൻഡ് ദ യൂസ് ഓഫ് വെർനാക്കുലർസ് വാസ് അലൗഡ് ടു അപ് ടു ഹൈസ്കൂൾ വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ കമ്പൽസറി സബ്ജക്ട്സ്. ആൻഡ് ദ യൂണിവേഴ്സിറ്റി ലെവൽ, അറ്റ് ദ യൂണിവേഴ്സിറ്റി ലെവൽ ഇംഗ്ലീഷ് യൂസ് ടു ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സാർജൻ സ്കീം എന്ന് പറയുന്നത്. കാരണം 14 years ഏജ് ആയിട്ടുള്ള കുട്ടികൾ, അതിൻ്റെ അകത്തുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ആദ്യമായി പറഞ്ഞത് സാർജൻ സ്കീമായിരുന്നു. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദറ്റ് ഈസ് രാധാകൃഷ്ണ കമ്മീഷൻ തന്നെയാണ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. 1951 എന്ന 1951 അതിൻ്റെ ഒരു രൂപം വന്നത്. ഇംഗ്ലീഷ് ബി സ്റ്റഡീഡ് ഇൻ ഹൈസ്കൂൾസ് ആൻഡ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ ഓർഡർ ദാറ്റ് വി മേ കീപ്പ് ഇൻ ടച്ച് വിത്ത് ലിവിങ് സ്ട്രീം ഓഫ് എവർ ഗ്രോയിങ് നോളേജ് എന്നുള്ളത് പറഞ്ഞത് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹെഡഡ് ബൈ രാധാകൃഷ്ണൻ. ഓക്കെ. രാധാകൃഷ്ണ കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പഠിക്കാറുള്ളത്. 1950. ഓക്കെ. ദെൻ ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് 1950. They supported in continuing with the education in English. Then the Secondary Education Commission was chaired by Dr. Lakshmana Swami Mudaliar Commission എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. Appointed by the government of India in 1952 to found that the teaching of English should continue vigorously. The commission recorded the evidence to the effect that it was through the study of English language and literature that India became united and that she attained freedom. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൈൻസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇൻ കേസ് അത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ തന്നെയാണ് എല്ലാതും തോന്നുക, പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. 1952 ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദാറ്റ് ഈസ് മുതലിയാർ കമ്മീഷൻ. നൗ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CAB, അതായത് ക്യാബ് എന്ന് പറയുന്ന സംഭവം, ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളത് അത് പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ അന്ന് തൊട്ടേ ഉള്ള ബോഡിയാണ്. ഓക്കെ. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബാക്ക് ഇൻ 1935. ഓക്കെ. ആൻഡ് അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ദ 3 ലാംഗ്വേജ് ഫോർമുല. ഓക്കെ. ആൻഡ് ഇറ്റ് ഓൾസോ deliberated in detail on the study of English as a compulsory subject as recommended by Education Ministers Conference held in 1957. Okay. അപ്പോൾ അതിൽ 3 ലാംഗ്വേജ് ഫോർമുല ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് വരുന്നത് തന്നെ ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1935. ഓക്കെ. അപ്പോൾ ഈ ക്യാബൊക്കെ കാണുമ്പോൾ എന്തായാലും നമ്മൾ കരുതും പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതായിരിക്കും എന്ന് കരുതും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അല്ല, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. ഓക്കെ.
നൗ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ദ കോത്താരി കമ്മീഷൻ 1964 ഫേമസ് ആയിട്ടുള്ള കമ്മീഷനാണ്. ഏറ്റവും കൂടുതൽ എല്ലാ ഭാഗങ്ങളെയും എല്ലാ സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷനെയും കൺസിഡർ ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു കമ്മീഷനായിരുന്നു കോത്താരി കമ്മീഷൻ. ഓക്കെ, സോ അത് സജസ്റ്റ് ചെയ്തത് എ സ്റ്റുഡൻറ്റ് ഷുഡ് നോ എ വർക്കിംഗ് നോളേജ് ഓഫ് ഇംഗ്ലീഷ് വിൽ കണ്ടിന്യൂ ടു ബി, അത് പറഞ്ഞത് അങ്ങനെയാണ്, എ വർക്കിംഗ് നോളേജ് ഓഫ് ഇംഗ്ലീഷ് വിൽ കണ്ടിന്യൂ ടു ബി ആൻ അസറ്റ് ടു സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത്. ആൻഡ് ദെൻ ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഓർ ഷുഡ് ബി ടോട്ട് ഫ്രം ക്ലാസ് 5 to 8 ഓൺവേർഡ്സ്. അപ്പോൾ തൊട്ടിട്ട് തന്നെ തുടങ്ങണം അത് എഡ്യൂക്കേഷൻ എന്നുള്ളത് സജസ്റ്റ് ചെയ്തത് ഡോക്ടർ DS കോത്താരി ചെയർമാൻ ആയിട്ടുള്ള ദ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 ആണ് കോത്താരി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ NCF 2005 എന്താണ് പറഞ്ഞത്? ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ദറ്റ് വി ഹാവ് ഓൾറെഡി seen an integrated holistic approach should be there, that is എങ്ങനെയാണ് ടു അറ്റൈൻമെൻറ്റ് ഓഫ് എയിം ചെയ്യുന്നത് NCF 2005 ദ അറ്റൈൻമെൻറ്റ് ഓഫ് ബേസിക് പ്രൊഫിഷ്യൻസി, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ടു ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ അബ്സ്ട്രാക്ട് തോട്ട് ആൻഡ് നോളേജ് അക്വിസിഷൻ ത്രൂ ലിറ്ററസി, അതൊരു കാര്യം. പിന്നെ ലേണിംഗ് അക്രോസ് ദ കരിക്കുലം അപ്രോച്ച് കൊണ്ടുവന്നത് ആരാണ്? NCF 2005 ഒരു പ്രത്യേകതയാണ് ലേണിംഗ് അക്രോസ് ദ കരിക്കുലം അപ്രോച്ച്. ആൻഡ് ദെൻ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഷുഡ് ബി ഏബിൾ ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു അതർ ഏരിയാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ഓർ കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്.